ഈ ലൈൻസുകളൊന്നും നിങ്ങൾ അമർത്തി വരയ്ക്കരുത് കേട്ടോ, കാരണം ഇതെല്ലാം മായ്ച്ച് കളയേണ്ട ലൈൻസാണ്. അപ്പോൾ നിങ്ങൾ കാണേണ്ട രീതിയിൽ വരച്ചാൽ മതി, കൂടുതലായിട്ട് അമർത്തരുത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബോഡി അനാട്ടമിയാണ്. ബോഡി അനാട്ടമി പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ 2 ചാർട്ട് പേപ്പർ വെർട്ടിക്കലായിട്ട് ഒട്ടിക്കണം. ഇതാ ചിത്രത്തിൽ കാണുന്ന പോലെ. ചാർട്ട് പേപ്പറിൻ്റെ സൈസ് സാധാരണ വരാറ് 70 സെൻറ്റിമീറ്റർ നീളം, 56 സെൻറ്റിമീറ്റർ വീതിയാണ്. അപ്പോൾ നമുക്ക് നോർമലി ഉള്ള ചാർട്ട് പേപ്പർ വാങ്ങുക, അല്ലെങ്കിൽ ഇനി വലുതായാലും കുഴപ്പമില്ല, ചെറുതാവരുത് കേട്ടോ, അതിലും ചെറുത് ആകരുത്, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾ 2 വെർട്ടിക്കലായി ഒട്ടിക്കുക. ഒട്ടിക്കുമ്പോൾ ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ഒട്ടിക്കുമ്പോൾ മിനുസമുള്ള ഭാഗത്ത് ഒട്ടിക്കുക, റഫുള്ള ഭാഗത്താണ് നമുക്ക് വരയ്ക്കേണ്ടത്. ഓക്കെ, ഇനി അതിൽ കുറച്ച് ലൈൻസ് വരയ്ക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന A4 ഷീറ്റാണ്. നിങ്ങൾ വരയ്ക്കേണ്ടത് ചാർട്ട് പേപ്പറിലാണ്. ഞാൻ A4 ഷീറ്റ് എടുക്കാൻ കാരണം ചാർട്ട് പേപ്പറിൽ ലൈൻസ് വരയ്ക്കുമ്പോൾ ക്യാമറ കുറച്ച് ദൂരെ വെക്കേണ്ടി വരും. അപ്പോൾ ദൂരെ വെച്ച് കഴിഞ്ഞാൽ ലൈൻസ് കാണില്ല, പെൻസിൽ ഡ്രോയിങ് ആകുമ്പോൾ കാണില്ല. അതുകൊണ്ടാണ് ഞാൻ ചാർട്ട് പേപ്പറിൽ വരയ്ക്കുന്നത്. നിങ്ങളെന്ത് ചെയ്യണം, കറക്റ്റായിട്ടത് ഞാൻ A4 ഷീറ്റ് വരയ്ക്കുമ്പോൾ നിങ്ങളത് ചാർട്ട് പേപ്പറിൽ വരയ്ക്കണം. ഓക്കെ, ഇനി ഞാൻ കുറച്ച് അളവുകൾ തരും, നിങ്ങളതുപോലെ ചാർട്ട് പേപ്പറിൽ ചെയ്യാം കേട്ടോ. ചാർട്ട് പേപ്പറിൽ ചുമരിൽ ഒട്ടിച്ച് വെച്ചാൽ മതിയാവും. ആദ്യം ചെയ്യേണ്ടത് ചാർട്ട് പേപ്പറിൻ്റെ വെർട്ടിക്കലായിട്ട് സെൻറ്റർ ലൈൻ കാണണം. ഇതുപോലൊരു സെൻറ്റർ ലൈൻ കാണുക. പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇപ്പോൾ 56 സെൻറ്റിമീറ്റർ വീതിയാണെങ്കിൽ 35 അല്ലേ, 36 വരും, 36. അപ്പോൾ നിങ്ങൾ ചാർട്ട് പേപ്പറിൽ സെൻറ്റർ എത്ര വെച്ചാൽ അത്ര എടുക്കുക. എന്നിട്ട് എടുക്കുമ്പോൾ ഇവിടെ നിന്നും അളക്കണം, താഴെയും അളക്കണം, അല്ലെങ്കിൽ ചെരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അളക്കുമ്പോൾ എപ്പോഴും 2 സൈഡും അളന്നിട്ട് വേണം ലൈൻ ചെയ്യാൻ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ചാർട്ട് പേപ്പറിൻ്റെ മുകളിൽ നിന്നും 30 സെൻറ്റിമീറ്റർ മാറിയിട്ട് ലൈൻ വരയ്ക്കണം. ഹൊറിസോണ്ടലായിട്ടാണ് വരയ്ക്കേണ്ടത്, അതായത് മുകളിൽ നിന്നും 30 സെൻറ്റിമീറ്റർ. ഓക്കെ, മുകളിൽ നിന്നും. അപ്പോൾ ഈ 30 സെൻറ്റിമീറ്റർ പറയുമ്പോൾ ഇവിടെയും അളക്കണം, ഇവിടെയും അളക്കണം, ഇല്ലെങ്കിൽ വര ബാലൻസിങ് ആവില്ല, ചെരിഞ്ഞ് പോകും കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, വെർട്ടിക്കലായ സെൻറ്റർ ലൈൻ കണ്ടു, ഹൊറിസോണ്ടലായിട്ട് 30 സെൻറ്റിമീറ്റർ മുകളിൽ നിന്നും മാറി ലൈൻ വരച്ചു. ഓക്കെ, ഇനി നമുക്ക് വെർട്ടിക്കലായിട്ട് തന്നെ ഇനിയും കുറച്ച് ലൈൻസ് വരയ്ക്കാണ്ട്. സെൻട്രൽ ലൈനിൽ നിന്നും ഇങ്ങോട്ട് ഏതെങ്കിലും ഒരു സൈഡിലേക്ക്, 2 സൈഡിലേക്കും വേണം, 5 സെൻറ്റിമീറ്റർ മാറിയിട്ട് ഇവിടെ ഒരു ലൈൻ വരച്ചു. ഇവിടെയും സെൻട്രൽ ലൈനിൽ നിന്നും അങ്ങോട്ടൊരു 5 സെൻറ്റിമീറ്റർ മാറിയിട്ടും ഒരു ലൈൻ വരച്ചു. ഒന്നുമില്ല, സെൻട്രൽ ലൈനിൽ നിന്നും ഇങ്ങോട്ടൊരു 5 സെൻറ്റിമീറ്റർ മാറിയിട്ട് ലൈൻ വരച്ചു, ഇങ്ങോട്ടും ഒരു 5 സെൻറ്റിമീറ്റർ മാറിയിട്ട് ലൈൻ വരച്ചു. വീണ്ടും അതുപോലെ 5 സെൻറ്റിമീറ്റർ ഒരു ലൈൻ വരച്ചു, ഇങ്ങോട്ടും 5 സെൻറ്റിമീറ്റർ ലൈൻ വരച്ചു. സെൻട്രൽ ലൈനിൽ നിന്നും 5 സെൻറ്റിമീറ്റർ മാറിയിട്ട് ലൈന്, വീണ്ടും 5 സെൻറ്റിമീറ്റർ മാറിയിട്ട് ലൈന്, ഇങ്ങോട്ടും 5, വീണ്ടും 5. ഇതിന് ഞാൻ A, B, C, D, E എന്ന് പേരുകൾ കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഹൊറിസോണ്ടലായിട്ട് കുറച്ച് ലൈൻ വരയ്ക്കണം. ഈ ലൈൻസുകളൊന്നും നിങ്ങൾ അമർത്തി വരയ്ക്കരുത് കേട്ടോ, കാരണം ഇതെല്ലാം മായ്ച്ച് കളയേണ്ട ലൈൻസാണ്. അപ്പോൾ നിങ്ങൾ കാണേണ്ട രീതിയിൽ വരച്ചാൽ മതി, കൂടുതലായിട്ട് അമർത്തരുത്. അടുത്ത് ഹൊറിസോണ്ടലായിട്ട് വരയ്ക്കേണ്ടത് 2.5 സെൻറ്റിമീറ്റർ മാറിയിട്ട് ഒരു ലൈന്. ഈ 2.5 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, അതായത് 3 അങ്കുലം കേട്ടോ. ഞാൻ ഇവിടെ അങ്കുലം പറയാത്തത്, അങ്കുലവും സെൻറ്റിമീറ്ററും മിക്സ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മാറാൻ ചാൻസ് ഉണ്ട് അളവ്. അതുകൊണ്ടാണ് ഞാൻ ഏതെങ്കിലും ഒന്നിൽ പറയുന്നത്. ഈ 5 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ശരിക്കും 6 അങ്കുലമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കുക, സ്കെയിലെടുത്ത് നോക്കിയാൽ കിട്ടില്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സെൻറ്റിമീറ്റർ മാത്രമേ പറയുന്നുള്ളൂ, പിന്നീട് നമുക്ക് ഞാൻ അങ്കുല കണക്ക് പറയാം. ഓക്കെ, മുകളിൽ നിന്നും 2.5 സെൻറ്റിമീറ്റർ മാറിയിട്ട് ഒരു ലൈൻ വരച്ചു. ഏറ്റവും മുകളിലത്തെ ലൈനിന് ലൈൻ 1 എന്ന് കൊടുത്തു, ഇതിന് ഞാൻ ലൈൻ 2 എന്ന് കൊടുത്തു, 2.5 സെൻറ്റിമീറ്റർ മാറിയിട്ട്. ഓക്കെ, ഇനി വേണ്ടത് 10 സെൻറ്റിമീറ്റർ മാറിയിട്ട് ഒരു ലൈൻ വരച്ചു. ഈ 10 സെൻറ്റിമീറ്റർ പറയുമ്പോൾ ഇവിടെയും അളക്കണം, ഇവിടെയും അളക്കണം കേട്ടോ, എന്നാലും ലൈൻ ശരിയായി കിട്ടുള്ളൂ. ഇതിന് ഞാൻ ലൈൻ 3 എന്ന് കൊടുത്തു, അതായത് 10 സെൻറ്റിമീറ്റർ. ഇവിടെ 2.5 സെൻറ്റിമീറ്റർ അല്ലേ. ഇനി നമുക്ക് ലൈൻ 4 വരയ്ക്കണം, അതും വീണ്ടും 2.5 സെൻറ്റിമീറ്റർ. ലൈൻ 4 2.5 സെൻറ്റിമീറ്റർ.
ഓക്കെ 2.5 സെൻറ്റിമീറ്റർ വരച്ചിട്ടു. ലൈൻ 4 നിന്നും ലൈൻ 5 10 സെൻറ്റിമീറ്റർ. ലൈൻ 4 നിന്നും ലൈൻ 5 10 സെൻറ്റിമീറ്റർ. ലൈൻ 5 നിന്നും ലൈൻ 6 10 സെൻറ്റിമീറ്റർ. ഓക്കെ. ലൈൻ 6 നിന്നും ലൈൻ 7 10 സെൻറ്റിമീറ്റർ. അതിന് ഞാൻ L7 എന്ന് കൊടുത്തു. ഇനി ലൈൻ 7 നിന്നും ലൈൻ 8 20 സെൻറ്റിമീറ്റർ. അത് ഞാൻ L8 എന്ന് കൊടുത്തു. ലൈൻ 8 നിന്നും ലൈൻ 9 2.5 സെൻറ്റിമീറ്റർ. അത് ഞാൻ L9 എന്ന് കൊടുത്തു. L9 നിന്നും L10 വീണ്ടും 20 സെൻറ്റിമീറ്റർ. അതിന് ഞാൻ L10 എന്ന് കൊടുത്തു. ലാസ്റ്റ് L11 ആണ്. അത് 2.5 സെൻറ്റിമീറ്റർ ഗ്യാപ്പ്. L11 ഒന്നുകൂടി ഞാൻ പറഞ്ഞു പോകാം. ലൈൻ 1 നിന്നും ലൈൻ 2 2.5, 2 നിന്നും 3 10 സെൻറ്റിമീറ്റർ. അങ്കിളല്ല കേട്ടോ, സെൻറ്റിമീറ്റർ ഞാൻ മാത്രമേ പറയുന്നുള്ളൂ. 3 നിന്നും 4 2.5 സെൻറ്റിമീറ്റർ. 4 നിന്നും 5 10 സെൻറ്റിമീറ്റർ. 5 നിന്നും 6 10, 6 നിന്നും 7 10, 7 നിന്നും 8 20, 8 നിന്നും 9 2.5 സെൻറ്റിമീറ്റർ. 9 നിന്നും 10 20 സെൻറ്റിമീറ്റർ. 10 നിന്നും 11 2.5 സെൻറ്റിമീറ്റർ. ഓക്കെ. ഇനി ലാസ്റ്റ് ചെക്ക് ചെയ്യണം. ലൈൻ 1 നിന്നും ലൈൻ 11 മൊത്തം 90 സെൻറ്റിമീറ്റർ കിട്ടണം. കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വരച്ചെടുത്ത് എവിടെയോ ഫാൾട്ട് ഉണ്ട്. അപ്പം എന്ത് ചെയ്യാം, വീഡിയോ പോസ് ചെയ്ത് കണ്ടിട്ട് ആ തെറ്റ് തിരുത്തിയിട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും ലൈൻസ് നിങ്ങൾ അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും വരച്ച് വെക്കണം. എന്നിട്ട് വേണം നമുക്ക് പിന്നീട് ഫേസിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ.